ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് കനോണിൻ്റെ പുതിയ മോഡൽ പ്രിൻ്ററായ കനോൺ പിക്സിമ G3012 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിയുന്നതും നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ എഞ്ചിനീയർ വന്നാണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതാണ്. എങ്കിൽ മാത്രമേ വാറണ്ടി കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു മോഡൽ ഓൺലൈൻ പീസാണ്. എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും മാനുഫാക്ചർ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അൺബോക്സ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല. അവരുടെ എഞ്ചിനീയർ വന്നാണ്ട് അൺബോക്സും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് പ്രിൻ്ററിൻ്റെ ബോക്സിൽ തന്നെ ഏകദേശം പ്രിൻ്ററിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് യൂസർ മാനുവൽ, ഡ്രൈവർ CD എല്ലാം വരുന്നൊരു കിറ്റാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ ഒരു പാക്കേജ് ഉണ്ട്, കണ്ടില്ലേ? ഇതിലാണ് പവർ കേബിൾ, USB കേബിൾ, അതുപോലെ ഇങ്ക് ബോട്ടിൽസ് അതേപോലെ ഹെഡ് എല്ലാം വരുന്നത്. ഈ മോഡൽ പ്രിൻ്ററിൻ്റെ കൂടെ 2 ഫ്രീ ഇങ്ക് വരുന്നതാണ്. ബ്ലാക്കിൻ്റെ 2 ബോട്ടിൽ ഫ്രീ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇവിടെ കിറ്റിൽ മേലെ നിങ്ങൾക്ക് USB കേബിൾ കാണാൻ സാധിക്കും. ഇത് പവർ കേബിളാണ്. എല്ലാം ഈ ഒരു കിറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റി വെക്കുന്നു. ഇനി നമുക്ക് പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെക്കാം. ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ തെർമോകോപ്പീസിൽ ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന കവർ കണ്ടില്ലേ, ഈ കവർ റിമൂവ് ചെയ്യുക. ഈ കവർ നിങ്ങൾക്ക് പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് പൊടി കയറാതെക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കഴിഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാതിരിക്കാൻ നോക്കുക, കാരണം ആ തുണിമേലെ പൊടിപാടെ പ്രിൻ്ററിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കവറെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, പ്രിൻ്റർ ഓൺ ആക്കരുത്. ആദ്യം നമ്മൾ ഈ കാണുന്ന ഓറഞ്ച് സ്റ്റിക്കേഴ്സ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. ഞാൻ ഓരോന്നായിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളെല്ലാം ആ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യുക, അതേപോലെ ഹെഡ് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും പ്രിൻ്റർ ഓൺ ആക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡ് ലോഡ് ചെയ്യാൻ പോവുകയാണ്. 2 ഹെഡാണ് ഈ മോഡൽ പ്രിൻ്ററിൻ്റെ കൂടെ വരുന്നത്. ബ്ലാക്കിന് ഒരു ഹെഡും 3 കളറും പാടെ ഒരൊറ്റ ഹെഡാണ് വരുന്നത്. നമ്മൾ ഈ സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ കാരേജിൻ്റെ ടോപ്പ് ഉണ്ട്. ടോപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ ഇതേപോലെ BC എന്ന് എഴുതിയിട്ടുണ്ട്. ഹെഡുമിൽ ഇതേപോലെ BC എന്ന് എഴുതിയതായിട്ട് കാണാം. B എന്ന ബ്ലാക്ക്, C എന്ന കളറ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു ഹെഡ് എടുക്കുന്നു. ബ്ലാക്കിൻ്റെ ഹെഡ് എടുത്ത് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ഓറഞ്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആ 2 ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പ്രിൻ്ററിൻ്റെ കാരേജിൽ B എന്ന് എഴുതിയ ആ ഒരു സ്ലോട്ട് കണ്ടില്ലേ, ആ സ്ലോട്ടിൽ കറക്റ്റായിട്ട് ഇതേപോലെ ഹെഡിനെ ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡിനെ ഇൻസേർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് കളറിൻ്റെ ഹെഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യലെന്നാണ്. അപ്പോൾ അതും കളറിൻ്റെ ഹെഡിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ 2 സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 2 സ്റ്റിക്കറും മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ആ C എന്ന് എഴുതിയ സ്ലോട്ട് കണ്ടില്ലേ, ആ കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് കറക്റ്റ് ബെൻഡ് കാര്യങ്ങളൊന്നും ആവാതെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം, ആ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോഡ് ചെയ്യുക. അതിനുശേഷം കാരേജിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യണം. അതിൻ്റെ മുകളിലുള്ള ഈ 2 മെയിൻ ടോപ്പും പാട് ക്ലോസ് ചെയ്യണം. എന്നിട്ട് സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പ്രിൻ്ററിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും 3 ബ്ലാക്കിൻ്റെ ബോട്ടിലും 3 കളറിൻ്റെ ബോട്ടിലുമാണ് വരുന്നത്. ഇതാണ് ഈ പ്രിൻ്ററിൻ്റെ ബോട്ടിൽ വരിക. ഇപ്പോൾ നമുക്ക് ബോക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും. നോർമൽ കേസിൽ ഈ ബ്ലാക്ക് അതേപോലെ ഈ 3 ഇങ്കിൻ്റെ സെറ്റ് അങ്ങനെയാണ് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു മോഡലിന് 2 ബ്ലാക്കിൻ്റെ അഡീഷണൽ സെറ്റ് ഇങ്ക് ബോട്ടിൽ ഫ്രീ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓരോ ബ്ലാക്ക് ഇങ്ക് ഫില്ല് കഴിയുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ 2 ബോട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 ബോട്ടിലും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് അത് മാറ്റി വെക്കുക, അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്കപ്പോൾ ഓരോരോ ടാങ്കിൻ്റെ ഓരോ സെറ്റിംഗാണ് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ? അങ്ങനെ 4 ടാങ്കാണ് വരുന്നത്. 4 ബോട്ടിൽ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലെഫ്റ്റ് സൈഡിലാണ് ബ്ലാക്കിൻ്റെ ടാങ്കും വരുന്നത്, റൈറ്റ് സൈഡിലാണ് കളറിൻ്റെ 3 ടാങ്കും വരുന്നത്. ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഓരോരോ ബോട്ടിൽ എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തതായിട്ടും കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ക് മാറി വയ്ക്കാൻ പാടില്ല. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത് ബ്ലാക്കിൻ്റെ ടാങ്കാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബ്ലാക്കിൻ്റെ ഇങ്ക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നേരെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതേപോലെ ബ്ലാക്ക് ടാങ്കിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരെ ബോട്ടിൽ കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇതേപോലെ
ഒരു 45 ആംഗിൾ അല്ലെങ്കിൽ ജസ്റ്റ് ചെരിച്ചാണ്ട് ഇങ്ക് പതുക്കെ ഫില്ല് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ക് ഓവർഫ്ലോ ആവുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ രീതിയിൽ മാത്രമേ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ക് ഫില്ലാവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം ടാങ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അത് ബോട്ടിൽ മാറ്റി വെക്കുക. ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക, ഡോറ് ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ അതിനാദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഏതെങ്കിലും ഇവിടെ ലെഫ്റ്റിൽ ആദ്യം നമ്മൾ സിയാനാണ് വരുന്നത്. സി എന്ന് മെൻഷൻ ചെയ്യുന്നത് സിയാനാണ്. എം മെൻഷൻ ചെയ്യുന്നത് മജന്ത എന്ന കളറിനെയാണ്. വൈ മെൻഷൻ ചെയ്യുന്നത് യെല്ലോ എന്ന കളറിനെയാണ്. അപ്പോൾ ഞാൻ ആദ്യം സിയാൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. സി എന്നുള്ള മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സി എന്നുള്ള മെൻഷൻ ചെയ്ത ആ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിൽ നമ്മൾ നേരത്തെ ബ്ലാക്ക് ഫില്ല് ചെയ്ത അതേ മെത്തേഡ് തന്നെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചാണ്ട് ടാങ്കിലേക്ക് നേരെ ബോട്ടിൽ വെക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ പ്രസ് ചെയ്യുക. ഇങ്ക് ഫില്ലായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഏകദേശം അത് ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് മജന്തയാണ് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സിയാൻ്റെ ബോട്ടിൽ മാറ്റി വെക്കുക. ടാങ്ക് ക്ലോസ് ചെയ്യണം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇങ്ക് മാറി വയ്ക്കാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ വാറണ്ടി കിട്ടത്തില്ല. മജന്തിൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പ് ഒഴിവാക്കുക. നേരെ നമ്മൾ എന്ത് ചെയ്യുക, ടാങ്കിലേക്ക് നേരെ ഇതേപോലെ ജസ്റ്റ് വെച്ചതിന് ശേഷം ചെറിയ രീതിയിൽ പ്രസ് ചെയ്യുക. ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. ഓൺലൈനിൽ നിന്ന് പ്രിൻ്റർ വാങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഓൺലൈനിൽ ഇങ്ക് വാങ്ങുന്ന ആളുകളും ശ്രദ്ധിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ആണെങ്കിൽ വാറണ്ടി കട്ടാവുക മാത്രമല്ല ക്വാളിറ്റി തന്നെ മാറുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ക് നിങ്ങൾ കഴിയുന്നതും അടുത്തുള്ള ഷോപ്പിൽ നിന്നും ചോദിച്ച് വാങ്ങുക. ഒറിജിനൽ ഇങ്ക് മാത്രം ചോദിച്ച് വാങ്ങുക. മജന്ത നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് യെല്ലോൻ്റെ ടാങ്ക് ഫില്ല് ചെയ്യാനാണ്. യെല്ലോൻ്റെ ടാങ്കിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. അതേപോലെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ മൂടി റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ടാങ്കിലേക്ക് ഇതേപോലെ ലോഡ് ചെയ്യുക. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് ഇൻസേർട്ട് ചെയ്തു. അതേപോലെ ഇങ്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇങ്ക് ഫില്ല് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരെ ബോട്ടിൽ മാറ്റി വെക്കുന്നു. അതിനുശേഷം ടാങ്കിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യണം. ടോപ്പ് ക്ലോസ് ചെയ്തു. അതേപോലെ ഡോർ ക്ലോസ് ചെയ്തു. സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ആദ്യം പവർ കേബിൾ കണക്ട് ചെയ്യുക. പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പിറകുവശത്താണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. അത് ജസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം പ്രിൻ്റർ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ചെറിയൊരു ലോഡിങ് കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ ഒരു ചെറിയൊരു മെസ്സേജ് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു സ്ക്രീനിൽ ചെറിയൊരു ഇങ്ക് ഡ്രോപ്പിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് ഫോട്ടോ സ്റ്റാൻഡ് ബട്ടൺ കണ്ടില്ലേ? ഈ ഒരു ബട്ടൺ ഒരു 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. ആ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ലൈറ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യും. അപ്പോൾ കൈയെടുക്കുക. ഇപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇനീഷ്യൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എന്നുള്ള ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ക് ടാങ്കിലുള്ള ഇങ്ക് നേരെ ഈ ട്യൂബിലൂടെ പാസ് ചെയ്ത് ഹെഡിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ പ്രോസസ്സ് ഒരിക്കലും ഇൻകംപ്ലീറ്റ് ആവരുത്. കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പ്രിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ട് സ്ക്രീനിൽ ഇതേപോലെ ചെറിയൊരു ഇങ്ങനെ റൗണ്ട് ചെയ്തതിന് ഒരു സിമ്പിൾസ് കാണാം. ആ സമയത്ത് നിങ്ങൾ ഈ സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് കാണിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് പേജോ ഫോട്ടോസ്റ്റാറ്റോ പ്രിൻറ്റിങ്ങോ സ്കാനിങ്ങോ എല്ലാം ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിയുന്നത് നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്ത് തരുന്നതാണ്. നമ്മൾ വെറുതെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ചെയ്തതാണെങ്കിൽ വാറണ്ടി കിട്ടത്തില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.